2-3 ചെറിയ ടിപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീട്ടിൽ തന്നെ 2-3 ആഴ്ച വരെ കേടൊന്നും കൂടാതെ അതേപോലെ നല്ല മണത്തോടു കൂടി തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 100 ഗ്രാം വെളുത്തുള്ളിയും അതേപോലെ തന്നെ 80 ഗ്രാം അളവിന് ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ സമാസമം ചേർക്കാൻ പാടില്ല. വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് തൊലിയോടുകൂടിയും എടുക്കാം. അതേപോലെ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ മിക്സി ജാറും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ വെള്ളത്തിൻ്റെ അംശമൊന്നും വരത്തില്ല. ഇപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഉണക്കി വെച്ചിരിക്കുന്ന മിക്സി ജാറിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ അളവിന് നമുക്ക് കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. അത് നാച്ചുറൽ പ്രിസർവേറ്റീവാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് പേസ്റ്റായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് നമുക്ക് 1 ടീസ്പൂൺ അളവിന് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കല്ലുപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ചീത്തയായി പോകാതെ നമുക്കിത് സൂക്ഷിക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തൊട്ട് 3 ആഴ്ച വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ല ഫ്രീസറിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം വരെ നമുക്കിത് റീസ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല ഒരു കട്ടിയുള്ള ഗ്ലാസ് ജാറിൽ തന്നെ ഇത് നമ്മൾ വെക്കാൻ നോക്കുക. പ്ലാസ്റ്റിക്കിലൊന്നും ഒരിക്കലും ഇത് വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള സ്റ്റീൽ കണ്ടെയ്നറിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് 2-3 ആഴ്ചത്തേക്ക് സ്കൂൾ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ ഓഫീസ് ലഞ്ച് ബോക്സൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്ക് കുറച്ച് ജോലി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് നമ്മൾ ഇടിച്ചിടുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പക്ഷേ രാവിലെ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നും. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക. ആ മണമൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.